വേടനെപ്പറ്റി ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത കാലത്ത് ഞാൻ മലയാളത്തിൽ വായിച്ച ഏറ്റവും ശക്തമായിട്ടുള്ള പ്രസ്താവന, ധീരമായത്, ആത്മാർത്ഥമായത്, അതായിരുന്നു വേടൻ്റെ പ്രസ്താവന. ആ പ്രസ്താവനയ്ക്കകത്ത് കാണാം ആരാണ് വേടനെന്ന്. അങ്ങനെയുള്ള ഒരാൾ, ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയുടെ അമ്മ, ഒരു താഴേക്കടയിലുള്ള ജീവിതത്തിൽ ജീവിച്ചു പോകുന്ന ഒരച്ഛൻ, നമ്മുടെ ജാതിഘടന പ്രകാരം താഴെയുള്ളൊരു ജാതിയിൽപ്പെട്ടൊരച്ഛൻ, അവരുടെ മകൻ അനുഭവത്തിൻ്റെ മേൽ കൈവച്ചുകൊണ്ടായിരിക്കും ഇതെല്ലാം പറഞ്ഞതും പാടിയതും. വേടൻ്റെ ഞാൻ കേട്ട എല്ലാ പാട്ടുകളിലും മുഴങ്ങുന്നത് ആ ശബ്ദമാണ്. മർദ്ദിതവർഗത്തിൻ്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ, കാത്തിരിപ്പിൻ്റെ, ആഹ്വാനത്തിൻ്റെ സ്ഥലമാണ് ഞാൻ കേട്ട എല്ലാ പാട്ടുകളിലും വേടൻ പാടിയത്. അതുകൊണ്ട് അനുവാചകൻ എന്ന രീതിയിലും മലയാളിയായതുകൊണ്ടും എനിക്ക് ബഹുമാനമാണ് വേടനോട്. ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താ? ഒരു തെറ്റ് പറ്റിയത് സമ്മതിച്ചു. അതൊരു മഹത്വമാണ്, ഒരു കരുത്താണത്. സർക്കസ് കാണിച്ചുകൊണ്ടും അത് തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടും പലരും സ്വന്തം ചെയ്തിയെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ വേടൻ പറഞ്ഞു, എനിക്കൊരു വീഴ്ച പറ്റി. അധീരമായ പ്രസ്താവമാണത്. ഈ പാത ആരും പിൻപറ്റിക്കൂടാ എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പറയട്ടെ, ധീരമാണ് നിലപാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ അടുത്ത കാലത്ത് വായിച്ച ഏറ്റവും ധീരമായ, ഓണസ്റ്റായ പ്രസ്താവനയാണ് വേടൻ്റേത്. അങ്ങനെയുള്ള ഒരാളെപ്പറ്റി എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. വനം വകുപ്പിൻ്റെ മേധാവിയുടെ പ്രസ്താവന ഞാൻ രാവിലെ പേപ്പറിനകത്ത് വായിച്ചു. വനം വകുപ്പ് ഇരട്ടത്താപ്പിൻ്റെ വകുപ്പാകാൻ പാടില്ല.